കാസർഗോഡ് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പാണാംകോട്ടെ യൂസഫിന്റെ മകൻ ഷഫീഖാണ് മരിച്ചത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജോസഫ്, നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചുണ്ടായ അപകടത്തിലാണ് പാണാംകോട്ടെ യൂസഫിന്റെ മകൻ ഷഫീഖ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഷെഫീഖിനാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിലിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഈ സമയം മറ്റാരും തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഷെഫീഖിനെ കൂടങ്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉദയപുരത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഇന്നലെ രാത്രി ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വിട്ടു നൽകും. പുതുവത്സര ദിനത്തിൽ മറ്റൊരു സംഭവം കൂടി കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് കാസർഗോഡ് കുമ്പളയിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചിരുന്ന ലോറി ഡ്രൈവർ കടയിലേക്ക് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇയാൾക്ക് ലൈസൻസ് അടക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. തലശ്ശേരി സ്വദേശിയായിട്ടുള്ള നവീനെതിരെ പോലീസ് ഇപ്പോൾ കുമ്പള സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുമ്പള പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഉദയപുരത്ത് ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ഷെഫീഖിനാണ് ജീവൻ നഷ്ടപ്പെട്ടുള്ളത്. പാണാംകോട്ടെ ഷെഫീഖ് 33 വയസ്സാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ജോസഫ്, അതോടൊപ്പം ഈ ലോറി കടയിലേക്ക് ഇടിച്ചു കയറിയ സമയത്തിൽ ഈ ഒരു കടയിൽ ആളുണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഈ ഒരു പരിക്കോ അങ്ങനെ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം പുതുവത്സര തലേന്നായതുകൊണ്ട് തന്നെ പലരും മദ്യലഹരിയിലാണ് എന്നതടക്കം ജോസഫ് അടക്കം വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ഈ അപകടത്തിൽ മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വൃന്ദ, ഇന്നലെ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനയാണ് കാസർഗോഡും സമീപ പ്രദേശങ്ങളിലും നടത്തിയത്. പ്രത്യേകിച്ച് അതിർത്തികൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗവും അത്തരത്തിലുള്ള വ്യവഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ കുമ്പളയിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. മദ്യലഹരിയിലായിരുന്ന യുവാവ് ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ചതാണ് ഇത്തരത്തിൽ കടയിലേക്ക് ലോറി പാഞ്ഞു കയറുന്നതിന് കാരണമായത്. എന്തായാലും ഈ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. അയാൾക്ക് ലൈസൻസ് അടക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കാനായിട്ടില്ല. പോലീസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബൃന്ദ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 8 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തലനാരിഴയ്ക്ക് വലിയൊരു അപകടം കൂടിയാണ് തലനാരിഴയ്ക്കാണ് ഈ വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും കാസർഗോഡ് കുമ്പളയിലാണ് ഈ സംഭവം നടക്കുന്നത്. ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബൃന്ദ, ശരി. ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.